Hi viewers, welcome to Bosco Campus Vision. Today we are discussing the subject Labor Law and Industrial Relation of S5 BBA under Kerala University and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the topic registration of trade unions. So we already discussing the Trade Union Act 1926. So in continuation with that we can discuss the registration of trade unions. So, under the Trade Union Act 1926, only 7 or more members of a trade union can be subscribed their names to the rules of the trade union and otherwise complying with the provisions of this act apply for registration. So, here the application has to be made to the registrar of the trade union, and so the application must be accompanied by the copy of rules of the trade union. So here the Trade Union Act 1926 says that only 7 or members of a trade union can subscribing the names to the rules of the trade union or otherwise complying with the provision of this act apply for registration. അപ്പം ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എത്ര പേരുണ്ടാവണം? 7 പേരോ അതിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രേഡ് യൂണിയനെ രജിസ്റ്റർ ചെയ്യാം. ആൻഡ് സോ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, അപ്പം 1926 ആക്ട് പ്രകാരം അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ എല്ലാം പേര് വിവരങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കണം. ആൻഡ് സോ ദിസ് ആപ്ലിക്കേഷൻ ഹാസ് ടു ബി മെയ്ഡ് ടു ദ രജിസ്ട്രാർ ഓഫ് ദ ട്രേഡ് യൂണിയൻ. അപ്പോൾ ട്രേഡ് യൂണിയൻ്റെ അപ്പെക്സ് ബോഡിയിൽ രജിസ്ട്രാർ ഉണ്ടാവും. രജിസ്ട്രാറുടെ കയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. And so this application should accompany by a copy of rules of the trade union. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഞാൻ ഏത് ട്രേഡ് യൂണിയനിൽ അംഗമാണ് അല്ലെങ്കിൽ ഏത് ട്രേഡ് യൂണിയനാണ് ഞങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നും ആ ട്രേഡ് യൂണിയൻ്റെ കോപ്പി ഓഫ് റൂൾസിൽ എന്തെല്ലാം നിബന്ധനകൾ ഞങ്ങൾ പാലിക്കും എന്നുള്ള റൂൾസും കൂടെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. സോ the application must be accompanied by a copy of the rules of the trade union and a statement of the following particulars. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂൾസിലെ ട്രേഡ് യൂണിയൻ്റെ റൂൾസ് മാത്രമല്ല അതിൻ്റെ കൂടെ ചില ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. എന്തൊക്കെയാണ്? ദ നെയിം, ഓക്യുപ്പേഷൻ ആൻഡ് അഡ്രസ് ഓഫ് ദ മെമ്പേഴ്സ് മേക്കിംഗ് ദ ആപ്ലിക്കേഷൻ. സോ ദ നെയിം ഓഫ് ദ ട്രേഡ് യൂണിയൻ ആൻഡ് ദ അഡ്രസ് ഇറ്റ്സ് ഹെഡ് ഓഫീസ്. The title, name, age, address and occupation of the office bearers of the trade union. അപ്പോൾ എന്തൊക്കെയാണ്? The name, occupation and address of the members making the application. അപ്പോൾ ഞാൻ ഇന്ന ട്രേഡ് യൂണിയനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ഓരോ വ്യക്തികളുടെ പേര് ഇല്ലേ, നെയിം, പിന്നെ അവരുടെ ജോലി, ഓക്യുപ്പേഷൻ, പിന്നെ അഡ്രസ്സ് ഇല്ലേ. അപ്പം ആ ആപ്ലിക്കേഷനിൽ ഇത് മൂന്നും വ്യക്തമായിരിക്കണം. Then the name of the trade union and address of its head office. ഇനി ഏത് ട്രേഡ് യൂണിയൻ ആണ്? ഇപ്പോൾ AICUT, INTUC അല്ലെ BMS, HMS, അപ്പോൾ ഏത് യൂണിയൻ ആണോ ആ ട്രേഡ് യൂണിയൻ്റെ പേരുണ്ടായിരിക്കണം. അതോടൊപ്പം അതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണ്. And the third is the title, names, ഏജ്, അഡ്രസ് ആൻഡ് ഓക്യുപ്പേഷൻ ഓഫ് ദ ഓഫീസ് ബെയറേഴ്സ്. ഇനി ഈ ട്രേഡ് യൂണിയൻ ഈ ട്രേഡ് യൂണിയനകത്ത് ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന സ്ഥാനം വഹിക്കേണ്ട ആൾക്കാരായിട്ടൊക്കെ ഇരിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അവരുടെ എന്ത് ചെയ്യണം? അവർക്കൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ഇന്ന പോസ്റ്റിലേക്ക്, എന്നിട്ട് അവരുടെ പേര്, എത്ര വയസ്സുണ്ട്, അവരുടെ അഡ്രസ്, ഓക്യുപ്പേഷൻ ഇതെല്ലാം സെപ്പറേറ്റ് കാണിച്ചിരിക്കണം. അപ്പോൾ the application must accompany the copy of rules of the trade union and the statement of the following particulars, and the name, occupation and address of the members making the application, the name of the trade union and address of its head office, then the title, name, age, address and occupation of the office bearers of the trade union. Clear with the points? So when a trade union has been in existence for more than 1 year, a general statement of assets and liabilities of trade union to be submitted to the registrar along with other relevant documents. So here the trade union can be registered by giving an application to the registrar. But in case of when a trade union have been in existence for more than 1 year, the general statement of assets and liabilities of the trade union to be submitted to the registrar along with the other relevant documents. അപ്പം ചില കേസുകളിൽ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഒരു ദീർഘനാൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ മോർ ദാൻ 1 ഇയർ ഒക്കെ അവർ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ
രജിസ്ട്രേഷന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അവരുടെ അത്രയും നാളത്തെ വരവ് ചെലവ് കണക്കുകൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനോടൊപ്പം അത് റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സും കൂടെ ചേർത്ത് വേണം രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ. സോ സച്ച് രജിസ്ട്രേഷൻ ഇസ് നോട്ട് ഗിവൺ അൺലെസ് ദ എക്സിക്യൂട്ടീവ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് and the rules of the union provided for the following matters. So here the such registration is not given unless the executive is constituted. അപ്പം ഇങ്ങനെ രജിസ്ട്രേഷൻ അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തുണ്ടാവണം, എക്സിക്യൂട്ടീവ് കോൺസ്റ്റിറ്റ്യൂട്ടർ, അതായത് ഓഫീസ് ബെയറേഴ്സ് അല്ലെങ്കിൽ അതിന് അതിൻ്റെ അക്കൗണ്ട്സൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷന് മുമ്പുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ആ കാര്യവിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ ഫോളോയിങ് മാറ്റേഴ്സ് ടു ബി എൻഗേജ് ഇൻ ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദി ട്രേഡ് യൂണിയൻ. സോ ആദ്യം തന്നെ അവർ എന്ത് ചെയ്യണം, അതിന് പേര് കൊടുത്തിരിക്കണം. അതായത് രജിസ്റ്റർ ചെയ്യാൻ അപ്പോൾ 1 വർഷമായിട്ട് അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചവരായിരിക്കണം. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദി ട്രേഡ് യൂണിയൻ, the whole of the object for which trade union has been established. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും നാൾ ഇവർ ട്രേഡ് യൂണിയൻ പ്രവർത്തിച്ചത്, എന്തായിരുന്നു അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാതെ തന്നെ അവർ ഈ 1 വർഷം അവർ പ്രവർത്തിച്ചു. അപ്പോൾ അവർക്കൊരു എയിം ഉണ്ടാവണം അല്ലെങ്കിൽ ഗോൾ ഉണ്ടാവണം. ആ ഗോൾ എന്താണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിരിക്കണം. The second is the whole of the purpose for which general fund of the trade union shall be applicable, or all of which purposes shall be purposes to which such funds are lawfully applicable under this act. And third is the whole of the purpose for which the general fund of the trade union shall be applicable. ഇനി അവർ പറയുന്നത് എന്താണ്, ജനറൽ ഫണ്ട്, അതായത് ഈ ട്രേഡ് യൂണിയൻ 1 year ആയിട്ട് പ്രവർത്തിച്ചുവെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചില ഫണ്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എംപ്ലോയീസിന് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ഈ ഫണ്ട് അവർ എങ്ങനെ ഉപയോഗിച്ചു അല്ലെങ്കിൽ നിയമപരമായിട്ടാണോ അവരത് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. And the fourth is the maintenance of a list of members of the trade union, that is the list of members of the trade union, and adequate facility for the inspection thereof by the office bearers and the members of the trade union. So a list of members should be maintained and adequate facility for inspection thereof, that is both office bearers and of the ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ്. അപ്പം 4ാമത് അവർ പറയുന്നത് എന്താണ്, നമ്മുടെ അക്കൗണ്ട്സുകൾ ഇല്ലേ, ട്രേഡ് യൂണിയൻ്റെ അക്കൗണ്ട്സ് എല്ലാം ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ എത്ര പേര് ഒരു 1 year ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ട്രേഡ് യൂണിയനിൽ ഇത്രയും നാൾ എത്ര പേരുണ്ടായിരുന്നു, ആ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, ആ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് അവർ സൂക്ഷിച്ചിരിക്കുക. രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കുമ്പോൾ ആ ഡോക്യുമെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ്, അവരുടെ ഇൻസ്പെക്ഷൻ ഇല്ല അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയനെ സംബന്ധിക്കുന്ന രേഖകളെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാൻ ഓഫീസ് ബെയറേഴ്സിനും അതുപോലെ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സിനും അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് തുറന്ന് പരിശോധിക്കാമെന്നൊരു ഓപ്ഷൻസ് അവരവിടെ കൊടുത്തിരിക്കണം. സോ ഫസ്റ്റ് വി സേ ദാറ്റ് ദ നെയിം ഓഫ് ദി ട്രേഡ് യൂണിയൻ ഷുഡ് ബി മെൻഷൻ, the whole of the object which trade union has been established, and the third is the purpose for which general fund of the trade union shall be applicable, and the fourth is maintenance of a list of members of the trade union and an adequate facility for the inspection thereof by the office bearers and the members of the trade union. And the fifth is the admission of ordinary members who shall be persons actually engaged or employed in an industry with which the trade union is connected. So the admission of ordinary members who shall be person engaged in the same industry or he shall employed in an industry. അപ്പോൾ 5th പറയുന്നത് എന്താണ്, ഈ ട്രേഡ് യൂണിയനകത്ത് മെമ്പർ ആകുക, ഒരു ഓർഡിനറി മെമ്പർ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ആ ഇൻഡസ്ട്രി തന്നെ ജോലി ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കണം. അതുപോലെ തന്നെ ആൻഡ് ഹി വിസ് ട്രേഡ് യൂണിയൻ ഇസ് കണക്റ്റഡ്, ഇല്ല ഈ ട്രേഡ് യൂണിയനായിട്ട് കണക്ട് ചെയ്ത് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ he shall admit as a ordinary member in the trade union. And the next is the payment of subscription by members of trade union. ഇതുപോലെ തന്നെ ഇതിനകത്ത് മെമ്പർ ആയാൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു സബ്സ്ക്രിപ്ഷൻ, ഒരു ചെറിയ എമൗണ്ട്, അതായത് പണ്ടൊക്കെ ഒരു ആക്ട് തുടങ്ങിയ സമയത്തൊക്കെ 25 പൈസ ആയിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ ഒക്കെ അവർ ഉയർത്തിടും. പക്ഷേ ഒരു നമ്മുടെ സാലറിയുടെ 1/4 അങ്ങനെ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. ഇല്ല, ഒരു ചെറിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഫീസ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി അവർക്ക് കൊടുത്തിരിക്കണം.
And the next is the condition under which any member shall be entitled to any benefit assured by the rules and under which any fine or forfeiture may be imposed on the members. So here we can say that any member shall be entitled to any benefit എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ പങ്കാളിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിൽ മെമ്പറായി കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്ത് ബെനഫിറ്റും നമുക്ക് അഷ്യൂർഡ് ആണ്. അതൊരു മെമ്പർ എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ്റെ എന്ത് ബെനഫിറ്റ്സും നമുക്ക് കിട്ടിയിരിക്കും. ആൻഡ് എന്താ വെച്ച് എനി ഫൈൻ, ഇനി അതുപോലെ തന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിന് ഫൈനും ഓട്ടോമാറ്റിക്കലി ഇമ്പോസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ മേജർ പോർഷൻ ദാറ്റ് ഈസ് ദ ഫോർഫീച്ചർ മേ ബി ഇമ്പോസ് ഓൺ ദി മെമ്പേഴ്സ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻസലേഷൻ, അതായത് മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനൊരു അതോറിറ്റിയും ആർക്കുണ്ട്, ട്രേഡ് യൂണിയൻസിനുണ്ട്. അപ്പം 3 കണ്ടീഷൻസ് ആണ് അവർ പറയുന്നത്. ഒന്ന്, entitled any benefit assured by the rules. Second is they attain any fine or forfeiture may be. Third is forfeiture may be imposed on the members. അപ്പം ഒന്ന് നമുക്ക് എന്ത് ബെനഫിറ്റ് അല്ലേ, മണി എക്കണോമിക് അല്ലെങ്കിൽ നോൺ മോണിറ്ററി ടേംസിൽ നമുക്ക് ബെനഫിറ്റ്സ് അഷ്യൂർ ചെയ്യാം. ബട്ട് ഇൻ കേസ് ഇല്ലേ നമ്മളുടെ കയ്യിൽ നിന്നൊരു ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ ആണെങ്കിൽ അതിന് ഫൈൻ ഈടാക്കാം. ഇനി അതുപോലെ തന്നെ ഫോർഫീച്ചേഴ്സ് ആണല്ലേ, നമ്മളെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യാനും ചിലപ്പം അവർക്ക് അതിനുള്ളൊരു അധികാരമുണ്ട്. The eighth is the manner in which the rule shall be amended, varied or resigned. അപ്പം പിന്നെ പറയുന്നത് എന്താണ്, the manner which the rules shall be amended. ഇനി ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റൂൾസ് അമെൻഡ് ഭേദഗതി വരുത്താം. അപ്പം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10 റൂൾസേ ഉണ്ടായിരുന്നു കാണത്തുള്ളൂ. ആ റൂൾസിന് നമ്മൾ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അടുത്ത ഇയറിൽ നമുക്കത് അമെൻഡ് ചെയ്യാം, ചിലപ്പോൾ അതിനെ ഭേദഗതി വരുത്തിയിരിക്കാം. സോ ദ മാനർ ഇൻ വിച്ച് members of the executive and other office bearers of the trade union shall be appointed or removed. That is 9th one, the manner in which the members of the executive and the office bearers of the trade union. അപ്പം പിന്നെ അവർ പറയുന്നത് എന്താണ്, ഇതിനകത്ത് മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് ബോർഡിൽ ഇരിക്കുന്ന മെമ്പേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഫീസ് ബെയറേഴ്സ് ആയിക്കോട്ടെ, അവരെ അപ്പോയിൻറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആർക്കുണ്ട്, ട്രേഡ് യൂണിയനുണ്ട്. അപ്പം ദ മെമ്പേഴ്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് അതർ ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദി ട്രേഡ് യൂണിയൻ ഷാൽ ബി അപ്പോയിൻറ്റഡ് ഓർ റിമൂവ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർഫീച്ചേഴ്സ് പോലെ മെമ്പേഴ്സിനെ ഫോർഫീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് എക്സിക്യൂട്ടീവ് ബോഡിയിലുള്ളവരാണെങ്കിലും ഓഫീസ് ബെയറേഴ്സ് ആണെങ്കിലും ദേ ഷാൽ ബി ഓപ്ഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഓർ റിമൂവ്ഡ്. ആൻഡ് ദ 10th is the safe custody of the fund of the trade union. അല്ലേ, പിന്നെ ഫണ്ട്, ട്രേഡ് യൂണിയൻ്റെ ഫണ്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെ എന്താണ് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് അറിയുക. ആൻഡ് ദ ആനുവൽ ഓഡിറ്റ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഈ ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഉപയോഗിക്കാം, ബട്ട് ഇറ്റ് ഹാസ് ആൻ ആനുവൽ ഓഡിറ്റ്. ഇല്ലേ, എല്ലാ വർഷവും അതിനെ ഓഡിറ്റ് ചെയ്ത് വരവ് ചെലവ് കണക്കുകൾ അതിനകത്ത് നോക്കിയിരിക്കണം. ആൻഡ് ദ അക്കൗണ്ട് ദെയർ ഓഫ് ആൻ ആഡ്വക്കേറ്റ് ഫെസിലിറ്റി ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് ദി അക്കൗണ്ട് ബുക്സ് ബൈ ദി ഓഫീസ് ബെയറേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി ട്രേഡ് യൂണിയൻ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഫണ്ട് അല്ലേ, ഒരു ട്രേഡ് യൂണിയന് ഫണ്ട് ഉണ്ടാവണം അല്ലേ, ഫണ്ട് ഉണ്ടാവും, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആനുവൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം എന്താണ്, ഒരു ഇൻസ്പെക്ഷൻ. ഈ അക്കൗണ്ട്സ് ബുക്സ് ആർക്ക് വേണമെങ്കിലും, അതായത് ഓഫീസ് ബെയറേഴ്സിനോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ മെമ്പേഴ്സിനോ എപ്പോൾ വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യുക, അതായത് പരിശോധിക്കാനുള്ളൊരു അനുവാദം അവരവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദി സേഫ് കസ്റ്റഡി ഓഫ് ദി ഫണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയൻ്റെ ഫണ്ട് സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്താനാണ് ആ ഒരു പ്രൊവിഷൻ, അതായത് ആഡ്വക്കേറ്റ് ഫെസിലിറ്റി ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് ദി അക്കൗണ്ട് ബുക്സ് ബൈ ദി ഓഫീസ് ബെയറേഴ്സ് ആൻഡ് ദി members of the trade union. And the 11th one, the manner in which trade union may be dissolved. ഈ ട്രേഡ് യൂണിയൻ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിരിച്ചുവിടാനുള്ള അവകാശം. അതായത് ചിലപ്പോൾ പ്രവർത്തനങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഫണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസോൾവ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനും ഉണ്ട്. സോ ഓൺ രജിസ്ട്രേഷൻ ദി രജിസ്ട്രാർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അപ്പോൾ ഒരു രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ, ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. സോ ദിസ് ഇസ് എ കൺക്ലൂസീവ് evidence that said trade union has been duly registered. So it is the only document they have said that the trade union has been duly registered. അപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രൊവിഷൻ, അപ്പോൾ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസ് ആണെങ്കിൽ they have a registered certificate, registration certificate in a prescribed format, and that is the only document for an evidence that the trade union has duly registered. Clear with the points?
So this is the end of today's section. I hope you all understood the registration of trade union and the following particulars regarding the registration. So prepare well, study well. Thank you.